ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബെന്നി നമ്മളെ ചതിച്ചു. അങ്ങനെ ഗൈസ്, ബെന്നി നമ്മളെ ചതിച്ചു. എന്തിനാണെന്നറിയാമോ? നമ്മളെ പേരിൽ ബെന്നി കള്ളക്കേസ് ഉണ്ടാക്കി നമ്മളെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഗൈസ്. എന്നിട്ട് ആ ബെന്നി ഇപ്പോൾ നമ്മളെ സ്വത്തെല്ലാം കഴിക്കലായി. എങ്ങനെ ഇരിക്കുന്നു? ഷോറൂമിലോട്ട് വരായിരുന്ന വണ്ടി എല്ലാം ബെന്നി ക്യാൻസലാക്കിയ പൈസയാക്കി ബെന്നി. അതിന് നമ്മളിപ്പോൾ 0 പൈസ, നമ്മൾ മൊത്തം പൈസ ബെന്നി അടിച്ചു പറ്റി വൃത്തിയാട്ടോ. ആ ബെന്നിക്ക് ഇതൊക്കെ ജസ്റ്റ് ഫോർ എ ഫൺ. അവന് ഞാൻ മനസ്സിലാക്കില്ല, അവൻ ചതിയനാണ് ഗൈസ്. ബെന്നി ഭൂലോക ചതിയനാണ്. അവനെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലേ. നമ്മളൊരു ചെറിയ ചുമ്മാ നമ്മളെ സൈക്കിളൊന്നുമില്ല, ആര്യ സൈക്കിളാണ്. മോശണമെന്നും ഇതിനെ ചിലർ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈക്കിൾ എടുത്തുകൊണ്ട് ഇപ്പോൾ പോവുകയാണ്. കണ്ടവൻ്റെ സൈക്കിളാണ്, അടിച്ചു പറ്റിയതാണ്. വണ്ടിൻ്റെ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ പിച്ച തണ്ടി ഒരു 30 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 30 രൂപ ഇട്ടിരുന്ന വീട്ടിലതാണ്. പക്ഷെ അവർ നമ്മൾ ചീത്ത പറഞ്ഞിട്ടാണ് ഇട്ട് വന്ന് വേറെ എവിടെയെങ്കിലും പോയി പിച്ച തണ്ടി കൂടെ വെറുതെ നിന്നാൽ ഞങ്ങൾ സ്റ്റാൻഡേർഡുള്ള ടീമാണ്. ഞങ്ങളെ വീട്ടിൽ നിന്നിനാണ് നിങ്ങളെ പോയി പോകപ്പെട്ടൊരു പിച്ച ഉണ്ടെന്നൊക്കെ ചേച്ചി. കുറച്ച് ആൾ മുമ്പ് നമ്മളെ വണ്ടി കണ്ടിട്ട് അന്തം വിട്ട് നിന്നവരാണ് ഈ സൈഡിൽ. ഇനിയും കാണാതിരിക്കുന്നതല്ലേ ഉള്ളൂ. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പൈസ ഉണ്ടാക്കിയിരിക്കും ഗൈസ്. 1 ലക്ഷം ഉണ്ടാക്കിയിരിക്കും. എന്നെ ആദ്യമായിട്ട് എനിക്ക് ആവശ്യം ഈ വണ്ടി വയ്ക്കണം, സൈക്കിൾ വയ്ക്കണം. ഒരു പ്ലാൻ ഉണ്ട്, അതിനാണ് നിങ്ങൾക്ക് പതുക്കെ വർക്കൗട്ടാക്കി കാണിച്ചുതരാം. നമ്മളൊരു ഫോൺ മാത്രമുണ്ട്, ബാക്കി ബാക്ക് ബാലൻസ് ആയിട്ട് നമ്മൾ പതുക്കെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. വണ്ടിയുടെ ഫോട്ടോ ആക്കിയിട്ട് നമ്മൾ OLX ഇട്ടിട്ടുണ്ട് വണ്ടി. എന്നിട്ട് ഇനി നമ്മൾ OLX നമ്മളൊരാൾ വിളിച്ചും ചെയ്തായിരുന്നു. അങ്ങനെ ആരായിരുന്നു? സഞ്ജീവന്മാരൊക്കെ നമ്മളല്ല, അങ്കുഷൻ. എടാ, അങ്കുഷും തുഷാറും 2 പേരാണ് നമ്മളെ കോൾ ചെയ്തത്. തുഷാറിൻ്റെ എടുക്കുക. തുഷാർ ഹലോ ഡേ തുഷാറേ, നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? ഞാനാണ്. ഞാൻ തന്നെ ആള്. നിനക്ക് വണ്ടി വേണമെന്ന് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഞാൻ തന്നെയാണ് വണ്ടിയുടെ ആളെന്ന്. ഹലോ എടാ തുഷാറേ, നിനക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ? ഓടോ. നിനക്ക് ഞാൻ വണ്ടിക്ക് ഒരു 5000 രൂപ തന്നാൽ മതി. ശരിയോടോ, നമുക്ക് ഗൂഗിൾ പേ വന്നോന്നൊക്കെ വന്നിട്ട് കാണാം ഗായ്സ്. നമുക്ക് ഗൂഗിൾ പേ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത അങ്കുഷ് പ്ലാൻ നിൽക്കാറില്ല, മനസ്സിലായി. അങ്കുഷിൻ്റെ നമ്പർ എടുക്കാം. ഹലോ ഡേ അങ്കുഷേ, സൈക്കിൾ വേണമെന്ന് പറഞ്ഞില്ലേ? സൈക്കിളിന് 20,000 രൂപ അക്കൗണ്ടിലിട്ട് പേ ചെയ്യും. തുഷാറും അങ്കുഷും 25,000 രൂപ. നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോവാം. മാവന്മാർ 2 പേരും നമ്പരും നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അവന്മാരെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക്. അവന്മാരെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവന്മാരുടെ പിള്ളേർക്ക് വേണ്ടിയാണ് സൈക്കിള്, നമുക്കും ജീവിച്ചു കൊണ്ടേ. ഇനി നമുക്ക് ഏതെങ്കിലും പാർക്ക് ചെയ്തിട്ടേക്കണ്ട ഒരു വണ്ടിയുടെ അടുത്തോട്ട് പോവാം. പാർക്ക് ചെയ്തിട്ടേക്കണ വണ്ടിയാണ്ട ഗൈസ്. ഈ അണ്ണൻ്റെ സൈക്കിളിൻ്റെ ഫോട്ടോ തന്നെ എടുക്കുക. അണ്ണ വണ്ടിയുടെ കൂടെ സെൽഫി എടുക്കാനാണോ? വണ്ടിയുടെ അടുത്തൊരു സെൽഫി എടുക്കണോ? വണ്ടിയുടെ പിക്ക് എടുത്തോട്ടോ. അവിടുത്തോടോ നീ എടുത്തോടോ, ഇഷ്ടം പോലെ വണ്ടിയുടെ പിക്ക് എടുക്കാം ഗൈസ്. ശരിയാണ്, വണ്ടിയുടെ പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വണ്ടി എടുത്താൽ വയലിടാം. അത് നേരെ വണ്ടിയൊക്കെ നമ്മൾ തൊഴിലിച്ചിടും ഗൈസ്. നമ്മളടുത്താണെങ്കിൽ ഇതിൻ്റെ കളി. ഇത് ഏകദേശം നമ്മൾ ഈ വണ്ടിക്ക് ഇപ്പോൾ കൊടുക്കാൻ പോണ പൈസ എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ. 50 വേണ്ട, 30. കോള് നോക്കട്ടെ ഗൈസ്. ഇത് കണ്ടൊരാൾ കോള് നമ്പരാണ്, അടിച്ചു വെക്കാൻ. ഭയങ്കര വലിയ നമ്പറാണ് ഗൈസ്. വേണ്ടത് ഡയൽ ചെയ്ത് തീർക്കാൻ പറ്റില്ലേ? ഹലോടാ, നീലടാ പറഞ്ഞ അതിനൊക്കെ വണ്ടി വേണമെന്ന്. വണ്ടിക്ക് 50,000 രൂപ.
അത് അക്കൗണ്ടിലോട്ട് പേ ചെയ്തതാ. ശരി സണ്ണോ ശരി. 50,000 അവ അക്കൗണ്ടിലോട്ട് പേ ചെയ്തിട്ട് നമുക്ക് പേ ആകുന്നവരെ കാത്തിരിക്കും. പൈസയൊക്കെ നമുക്ക് പേ ആയിട്ടുണ്ട്. നമ്മളാ പൈസ മെയിനായിട്ട് നമുക്ക് ആ കോണ്ടാക്റ്റിൽ പോയി അവൻ്റെ പേരങ്ങ് വെട്ടാം. യാഷ് യാഷിനെ വെട്ടണ്ടായി. അവൻ കിടക്കട്ടെ. നമ്മളെ അണ്ണൻ്റെ പേരല്ലേ യാഷിൻ്റെ. ചുമ്മാ യാശല്ല വിളിച്ചത്. യാശി നമ്മളെ വേറെ അവൻ്റെ നമ്പർ വലിയ ഞാൻ അയച്ചു നോക്കിയില്ല. ഞാൻ ഒരു പേപ്പറിൽ എൻ്റെ നമ്പർ ആദ്യം വിളിച്ചപ്പോൾ എഴുതിയെടുത്ത് മിസ്ഡ് കോൾ. ഞാൻ പഠിച്ചൊന്നുമില്ല. ഞാൻ പേപ്പറിൽ നോക്കി എഴുതി എന്തോ 13 അങ്ങനെ എന്തോ ആയിരുന്നു. അവൻ്റെ നമ്പർ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അവൻ നമ്മളേതാ പേരായും സേവ് ചെയ്തിട്ടിരുന്ന മണ്ടൻ. അതിൻ്റെ പേര് നമ്മൾ സേവ് ചെയ്തിട്ടിരുന്നതാണ് ഗായ്സ്. അപ്പം ഗായ്സ് നമ്മളിനി പൊക്കോണ്ടിരിക്കുകയാണ്. സൈക്കിള് വിറ്റാലും കിട്ടും. ഞാൻ പറഞ്ഞ സൈക്കിൾ വിറ്റില്ല നമ്മൾ 25,000 ഉണ്ടാക്കി. സൈക്കിള് വിറ്റില്ല, വിൽക്കുമെന്ന് പറഞ്ഞു. സൈക്കിളിൻ്റെ വിധി ഇവിടെ പ്രയോഗിക്കും. അല്ല കടന്നു വരൂ. നല്ല ബ്ലാക്ക് കളർ സൂപ്പർ സൈക്കിളാണ്. കടന്നു വരൂ. ആർക്ക് വേണമെങ്കിലും വരാം. പെട്ടെന്ന് വരൂ. കടന്നു വരൂ. ചേട്ടോ എൻ്റെ മോന് വേണ്ടി സൈക്കിളൊന്നും തരാമോ? അതിനെന്താ കേട്ടോ, എൻ്റെ മോന് വേണ്ടിയാണ്. ചേട്ടന് ഞാൻ സൈക്കിളൊക്കെ തരൂല ചേട്ടാ. നീ സൈക്കിളല്ലേ ആവശ്യം. ഈ കളർ ഇതിനൊരു ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. നമുക്ക് സൈക്കിളിൻ്റെ പൈസയെക്കുറിച്ച് ആലോചിക്കാവേ. നമുക്കിപ്പോൾ തീരുമാനിക്കാം. 1 സെക്കൻഡ് ചേട്ടാ. നമുക്ക് സൈക്കിളിൻ്റെ പൈസയെക്കുറിച്ച് ആലോചിക്കണ്ടേ. ഇവിടെ കിടന്ന് ചേട്ടൻ അത് കാല് വെച്ചിട്ട് വന്നാൽ മതി. പേഴ്സെടുത്തോട്ടെ. ഫ്ലൈസിങ്ങിൻ്റെ പേഴ്സ് എത്രയുണ്ട്? ദരിദ്രവാസി 20,000 രൂപയൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. നമ്മളെ പിന്നെ 70,000 ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറ്റേ നമ്മളെ കൊണീസക്കിന് പറ്റിച്ചവനും പിന്നെ നമ്മളെ സൈക്കിളിന് പറ്റിച്ചവന്മാരും നമ്മളെ 75,000 ഉണ്ട്. ഇപ്പം ഇതും കൂടെ ചേർക്കുമ്പോൾ 95,000. നമ്മൾ ഈ വണ്ടി വീട് നമ്മൾ ചുക്കുപോലെ എടുക്കും. സീനിയസ് ഒരു പരിപാടിയുണ്ട് ഗൈസ്. സൈക്കിൾ ആദ്യമേ ഇവിടെ ഒരുത്തനുണ്ട്. ഇവൻ്റെ അങ്ങ് മറച്ച് വെറ്റാളെ. നമുക്ക് അവൻ്റെ പോയി സംസാരിച്ചിട്ട് കാര്യം. ഗൈസ് അവർ പൊട്ടാനാണ്ട് അവർ 5,000. ഇപ്പോൾ കറക്റ്റ് 1,00,000 രൂപ ഉണ്ട് ഗൈസ്. നമ്മൾ ഇവിടെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. ഈ വീടൊക്കെ ഇപ്പോൾ ബെന്നി അടിച്ചു പറ്റി ഗൈസ്. അവ ഇപ്പോൾ കടയിലാണ്. നമ്മൾ ഈ ജനലിൻ്റെ അടുത്തൊരു സാധനം വെച്ചിട്ടുണ്ടാക്കിയിട്ട് നമ്മളെ ഈ എഫ്സൈഡിൻ്റെ താക്കോലാണ് സ്പെയർ കീ. ഇത് നമ്മൾ അതിൻ്റെ ഇടയിലാണ് കയറ്റി വെച്ചിരുന്നത് ഗൈസ്. ഞാൻ കയറ്റി വെച്ചതായതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവൻ്റെ 2,000 കൂടെ മുക്കാം ഇസ്കിട്ടാണെങ്കിൽ. എടാ 2,000 കുറവുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പം നികത്തി കളഞ്ഞത്. 2,000 രൂപ കൂടെ തരാനുള്ളതെന്ന് പറഞ്ഞു. 2,000 നമുക്ക് ഡ്രസ്സ് വാങ്ങിച്ചിടാം. നമ്മൾ ഈ 1,00,000 ചിലവാക്കില്ല. ഈ 1,00,000 നമുക്ക് വീട് തിരിച്ചു പിടിക്കാമല്ലേ. ഇവിടെ അടുത്തേലും ഫാൻസി കട ഉണ്ട്. ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. ഇതൊരു ഫാൻസി കടയാണ് കേട്ടോ. പൊള്ളിയാണ് ഫാൻസി കട എന്ന് പറഞ്ഞാൽ തുണിക്കട. ടെക്സ്റ്റൈൽസ്, കല്യാണ സിൽക്സ്, ടാനാണ് ഗായ്സ്. നമ്മൾ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ബാഗൊക്കെ എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇത് ഈ ബെന്നിക്കാര്യം അറിയണ്ടായി. അപ്പുറത്തെ ഗരേജിൽ കൊണ്ട് ഈ വണ്ടി പെയിൻറ്റ് അടിക്കാം. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ വിലയുടെ സാധനങ്ങളാണ് ചേച്ചിൻ്റെ അടുത്ത് ഇട്ടേക്കണതൊക്കെ. ഇതിന് 1,500 ആയാലും 500 രൂപയ്ക്ക് പെയിൻ്റ് അടിക്കാൻ ഗൈസ്. എല്ലാം നമ്മൾ കോസ്റ്റ്ലി അല്ലാത്ത ഷോപ്പുകളിലേ പോകും വണ്ടി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും 10,000 രൂപയ്ക്ക് മോഡിഫൈ ചെയ്യുന്ന സെൻറ്ററിൽ മാത്രമേ പോയായിരുന്നു. കളർ പൂശാൻ വരെ 5,000 രൂപ കൊടുക്കണം ഞാൻ.
ഇപ്പം നോക്ക് ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഈ വണ്ടി ബെന്നി കണ്ടാലും കുഴപ്പമോ, ഈ വണ്ടി ഇനിയിപ്പോൾ അവിടെ ഒളിപ്പിക്കാൻ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഐഡിയ ചെയ്യാം ഗൈസ്. നാളത്തെ പാർട്ടി ഈ വണ്ടി നമ്മൾ കൊണ്ടുപോയി നമ്മളെ പഴയ വീട്ടിലോട്ട് നമ്മൾ കൊണ്ടുപോകണമായിരിക്കും. ഇപ്പം ഒരു വാടക വീട് പോലും ഇല്ലേ, ഇവിടെയാണ് ഗൈസ് നമ്മളിന്ന് കിടന്നുറങ്ങാൻ പോണത്. ഇത്രയും ഗെറ്റപ്പിൽ വന്നിട്ട് ഉറങ്ങണ സ്ഥലം റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മണ്ടയിലും കിടന്നുറങ്ങാം. നമ്മളിപ്പോൾ റിച്ചായതുകൊണ്ട് തറയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിനി നാളത്തെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓക്കെ, എനിവേ ഞാൻ പോകുന്നു. ബൈ ബൈ.